നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന തകര എന്ന തവരയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വട്ടത്തകര എന്നും ഇതിനെ പറയാറുണ്ട്. സിസാൽപീനിയസെ ഫാമിലിയിൽപ്പെടുന്ന ഈ സസ്യത്തിൻ്റെ ശാസ്ത്രീയ നാമം കാസിയ ടോറ എന്നതാണ്. സംസ്കൃതത്തിൽ ഇത് ചക്രമർദ്ദ, ഭദ്രൂഗ്നം, പ്രപുന്നത എന്നെല്ലാം അറിയപ്പെടുന്നു. നമ്മുടെ നാടൻ പാട്ടിലും കഥകളിലും തവരപ്പാട്ട്, തവരപുരാണം എന്നിങ്ങനെ പരാമർശിക്കുന്നുണ്ട്. മഴക്കാലമാണ് ഇതിൻ്റെ ഹരിതകാലം. മഴ ലഭിക്കുന്ന ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലും ഇത് കണ്ടുവരുന്നു. നമ്മുടെ പഴമക്കാർക്ക് ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നന്നായി അറിയുന്നത് കൊണ്ട് തന്നെയാവാം മഴക്കാലത്ത് ഇത് വ്യാപകമായി ഉപ്പേരിയായും കറിയായും ഉപയോഗിച്ചു വന്നിരുന്നത്. ഏകദേശം ഒരു മീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഒരു സസ്യമാണിത്. ഇതിൻ്റെ ഇലകൾ പച്ചയോ ഇളം പച്ച നിറത്തിലോ കാണപ്പെടുന്നു. അത് കയ്യിലുരച്ചു നോക്കിയാൽ രൂക്ഷഗന്ധവും അനുഭവപ്പെടും. മഞ്ഞ നിറത്തിലുള്ള മനോഹരമായ പുഷ്പങ്ങളാണ് ഇവയ്ക്കുള്ളത്. ഇതിൻ്റെ കായ പോട് രൂപത്തിൽ ഏകദേശം 12 സെൻറ്റിമീറ്ററോളം നീളത്തിൽ കാണപ്പെടുന്നു. അതിൻ്റെ ഉള്ളിൽ ധാരാളം തവിട്ടു കലർന്ന കറുപ്പ് നിറത്തിലുള്ള വിത്തുകളും അടങ്ങിയിട്ടുണ്ട്. ഒട്ടേറെ രാജ്യങ്ങളിൽ ആഹാരമായി ഉപയോഗിക്കുന്ന ഈ സസ്യം നല്ലൊരു ഔഷധം കൂടിയാണിത്. ഇതിൻ്റെ പ്രധാനമായ ഔഷധയോഗ്യ ഭാഗങ്ങൾ ഇല, വിത്ത്, വേര് തുടങ്ങിയവയാണ്. ശരീരത്തിലെ കോശങ്ങൾക്ക് ഊർജം പ്രദാനം ചെയ്യുന്ന ഈ സസ്യം കണ്ണിനെയും ത്വക്കിനെയും കരളിനെയും സംരക്ഷിക്കുന്നു. അണുനാശക ശക്തിയുള്ള ഈ സസ്യം ത്വക്ക് രോഗങ്ങൾക്കും അതുപോലെ മലബന്ധം, കൃമി, വിര തുടങ്ങിയ അസുഖങ്ങൾക്കും ഉപയോഗിച്ചു വരുന്നു. വിരകൾക്ക് കൊടുക്കുന്ന അലോപ്പതി മരുന്നുകളിലും ഇതിൻ്റെ വിത്തിൻ്റെ അംശം ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. പാമ്പുവിഷം, വിട്ടുമാറാത്ത ചൊറിച്ചിൽ, പുഴുക്കടി തുടങ്ങിയ അസുഖങ്ങളിൽ ഇത് നല്ലൊരു ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ കൂടുതൽ ഔഷധ പ്രയോഗങ്ങളെക്കുറിച്ച് ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നിങ്ങളോട് വിശദീകരിക്കുന്നതാണ്. തകര താളും തകരയും മുമ്മാസം എന്ന് പറഞ്ഞ് പറയും. അതായത് 3 മാസം താളും തകരയും മാത്രം കറി വെച്ച് കൂട്ടിയിരുന്ന കേരളത്തിലെ ജനങ്ങളായിരുന്നു നമ്മൾ. ഈ തകരയ്ക്ക് ദദ്രുഘ്നം എന്നൊരു ഗുണമുണ്ട്. ഈ ദദ്രു എന്ന് പറഞ്ഞ സ്കിൻ ഡിസീസ് ഉണ്ട്. അതായത് ഈ റിങ്ങുവ് എന്ന് പറയും. ഈ ഒരു ജാതി വട്ടച്ചൊറിയാണ്. ഈ വട്ടച്ചൊറിയുള്ള ആൾക്കാർക്ക് ഈ തകരയുടെ ഇല അരച്ചിട്ട് ദിവസേന തേച്ച് കുളിച്ച് കഴിഞ്ഞാൽ അത് കുറയും. പൊതുവേ ഇത് ഈ എല്ലാ വിധത്തിലുള്ള ഫംഗൽ രോഗങ്ങൾക്കും ഈ തകര നല്ലതാണ്. പിന്നെ ഇത് അകത്തേക്ക് കഴിച്ചാൽ ഇത് ധാരാളം ന്യൂട്രീഷൻസ് ഉണ്ട്. ശരീരത്തിന് വേണ്ട കാൽസ്യം, ഫോസ്ഫറസ് അങ്ങനെ ധാരാളം ന്യൂട്രീഷൻ ചേർന്ന ഒരു വസ്തുവാണ് ഈ തകര. അതുകൊണ്ട് തകരയുടെ ഇല ഉപ്പേരി ദിവസേന കഴിച്ചാൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഇത് ഈ മലബന്ധമുള്ള ആൾക്കാർക്ക് തകരയുടെ ഇല അരച്ച് കഴിച്ചു കഴിഞ്ഞാൽ അത് മലബന്ധം മാറും. കുറച്ചൊരു ദീപനമാണ്. ഈ നിമ്പാതി ചൂർണം, കാസീസാദി ഘൃതം ഇങ്ങനെ കുറേ ഔഷധങ്ങൾ നമ്മൾ ഈ തകര ചേർത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട്.